എൻ്റെ കഴിഞ്ഞ കാലത്ത് ശിഷ്യസംഘത്തിൻ്റെ ഒരാളാണ് മനു നയ്യാവതി. ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ച് അദ്ദേഹത്തെ അദ്ദേഹം ഉറുമ്പിനെ പിടിക്കുന്നത് പോലെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ടും പോയില്ല. ഒരു ദിവസം ഞാൻ മനുവിൻ്റെ കസ്റ്റഡിയിലായിരുന്നു എന്ന് പറയപ്പെടാം. അങ്ങനെ ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ കഷ്ടമായിപ്പോയെന്നെ എനിക്ക് തോന്നിപ്പോകുന്നത്. തിരുനാട്ടിലെ സമീപം ഇവിടെ വന്നിരിക്കുന്നവരാരും എനിക്കോ തോന്നുന്നതല്ല. ഒരു പ്രസംഗം എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം മാത്രമേ എനിക്ക് തോന്നുന്നു. ഒരു സാങ്കേതികമായിട്ടും ആരോഗ്യപരമായിട്ടും പുതിയതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കടലൊക്കെ മറന്നു പോകുന്ന ഒരു പ്രവണത ഉണ്ടാകുന്ന രോഗമാണ് ഇപ്പോഴെന്നെ പിടികൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സബ്ജക്റ്റ് നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ പൂർത്തീകരണം വരുന്നതിന് മുമ്പ് ആദ്യം എന്തായാലും ഞാൻ തുടങ്ങി വെച്ചത് ഓർമ്മിക്കാനില്ല. അങ്ങനെ ഒരു ദുഃഖസ്ഥിതിയിലാണ്. ദുഃഖസുഖയെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കളും കുഞ്ഞുങ്ങളും ഭാര്യയും അവരുടെ സഹകരണം വളരെയേറെ സമയത്തുണ്ടായിരിക്കുകയാണ്. നമ്മുടെ 80 വയസ്സായി 81 നടപ്പാണ് എന്ന് പറയുന്നത്. സമകാലീനായ വിഷയങ്ങളുണ്ട്. ഞാനങ്ങനെ തോന്നുന്നു ആദ്യത്തെ പ്രായമായവരുടെ എല്ലാവരും അതിലാണ്. പക്ഷേ പ്രായമല്ല പ്രശ്നം. ഇത്ര പ്രശ്നം അതല്ല. നമ്മൾ മലയാള നാടകവേദി സമ്പൂർണ്ണമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കാനും ആ അനുഭവങ്ങൾ പങ്കുവെക്കാനും വേണ്ടി ഇങ്ങനെയുള്ള മാസികത്തെ എല്ലാ വർഷവും കൊടുത്തിരിക്കുന്നത്. ഈ മാസികത്തെ പിന്നെ കൂടി ദീപിക്കാൻ ഒക്കെയില്ല. ശ്രോക്ക് ഒക്കെ കഴിയുന്നപ്പോഴേ ഫോട്ടോഗ്രാഫി സജ്ജീകരിക്കുന്ന ഫോട്ടോഗ്രാഫറുടെ കാലത്ത് ആ സ്റ്റുഡിയോയിൽ ഒരു കോടകം എടുത്തിട്ട് താമസിച്ചുള്ളതാണ്. അങ്ങനെ ശശി വരുമ്പോഴേ അല്ലെങ്കിൽ ഒഴിഞ്ഞൊരുങ്ങിയ പോണതിലേക്ക് ഇദ്ദേഹം ഇതിനെ തന്നെ കൊണ്ട് ഇതൊരു പ്രത്യേക ആളുകളെ ക്ഷണിക്കുക, അതിന്റെ പ്രത്യേകിച്ച് പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ കാര്യമില്ല. സമയത്തിരിക്കുന്നതിനാണ് നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു യാത്രക്കിടയിൽ അപ്പോഴത്തെ നാടക രംഗത്തെ കുറിച്ച് ഒരിച്ചിരി പറയുകയുണ്ടായി. അതിനോട് യോജിച്ചുകൊണ്ട കാര്യം ഒന്നിനോട് പറയുന്നതിനായി ഗ്രഹിച്ചുകൊള്ളാം. അതായത് ആസ്വാദകനാണ് നാടകത്തെ തളർത്തുന്നതും വളർത്തുന്നതും. ഒരു വളർത്തലിന്റെ സ്വഭാവം അത് ഇല്ല എന്നുള്ളതാണ് സത്യം. ആസ്വാദനം എന്ന് പറയുമ്പോൾ സാങ്കേതികത്വം വളർന്നു. സാങ്കേതികത്വം വളരെ അഡ്വാൻസായിപ്പോയി. ഡിജിറ്റൽ സൗണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലൊക്കെ അത് മാറിപ്പോയി. പക്ഷേ അത് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് ആസ്വാദനത്തെയാണ്. ഇപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു അച്ഛൻ പള്ളി അച്ഛൻ്റെ വേഷത്തിരിക്കുന്ന ആള് കുർബാന കൊണ്ടുകയോ ചെയ്യുന്നതിന്റെ സമയത്ത് അത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കഴിയുമ്പോഴായിരിക്കും ഈ പരസ്യം വരുന്നത്. പരസ്യം കഴിഞ്ഞ് നോക്കുമ്പോൾ നേരത്തെ ആ കുർബാന കണ്ടുകൊണ്ടിരുന്ന ഇവിടെ പെൺകുട്ടിയെ ബലാത്സംഗ രീതിയിലുള്ളതാണ്. ഒരു കഥാപാത്രത്തെ രണ്ട് സംഭവത്തിന് ഒരു നിമിഷം കൊണ്ട് മാറ്റം കൊണ്ടുപോയത് നമുക്കിത് പാകപ്പെടുകയാണ്. നല്ലത് ഇങ്ങനെ പണ്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇന്നത് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ നാടകത്തിലെ ഒരു കഥാപാത്രം നാടകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈലും കാര്യങ്ങളെല്ലാം നിമിഷത്തിന്റെ സെക്കൻഡിന്റെ അംശങ്ങളുടെ ഒരു റിമോട്ടിന്റെ കൺട്രോളിൽ ഉടനെ മാറി വരികയാണ്. ആ നാടകത്തിന്റെ ആത്മാവ് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ 10 വർഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ നാട്ട് കല്യാണത്തിന്
ഈ നാട്ടിനകത്ത് നാടകത്തിലേക്ക് എന്റെ ഈ കുപ്പി വെച്ചിട്ട് കാലിയോല മുതലായ ഒരു നാടകത്തില് ഈ ക്ലാസറ്റ് തുടങ്ങിയേക്കണ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അതുപോലെ ഒരു കഥാപാത്രം സമയാസമയങ്ങളിൽ കൂടുകയാണ് പറയുന്നത് കോഴി ഉണ്ടാക്കുന്നത്. പിന്നെ ടൈഗേഴ്സിന് പറയുന്നത് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ ഒരു നിർദ്ദേശകനെ പോലെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളൊക്കെ ഈ ചെന്നൈയിലാകട്ടെ കല്യാണം തന്നെ ഉണ്ടായി. അതൊരു സാങ്കേതികത ഉപയോഗിച്ചു. അതായത് ഈ കല്യാണത്തിന് കുറെ ആളുകൾ വന്നു. അവർ സകല സാങ്കേതികമായിട്ട് അത് വിശേഷിച്ച് അവർക്ക് കുറെ ജീവിക്കുകയും അവിടെ നിർദ്ദേശകരമായ ഒരു സമ്മേളനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഒരു നാടകത്തിലേക്ക് വരുന്നത്? അന്ന് ഈ ഡിജിറ്റൽ സംവിധാനങ്ങളില്ല. 4-5 സാരി ഉപയോഗിച്ചാണ് ചെന്നൈയിനകത്ത് കടലിന്റെ ശബ്ദം. അതുപോലെ തന്നെ ഈ എനിക്ക് എല്ലാവരും കണ്ടത് പറയണമെന്ന് ആവശ്യമില്ല. അപ്പൊ ഈ ഞാൻ പറയുന്നത് 4-5 സാരി ഉണ്ടെങ്കിൽ ചെമ്മീനകത്തെ അലകടലിന്റെ ആഘോഷങ്ങൾ മതിലുകളിൽ 2-3 പ്രായങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ഡിജിറ്റലായിട്ട് അങ്ങനെ ജ്ഞാനികളുടെ എല്ലാവിധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയ ഫലമായിട്ട് നിൽക്കുമ്പോഴും ഞാൻ കൂടുതൽ പഠിക്കുന്നില്ല. എല്ലാവരും ചവിടിപ്പ് എനിക്ക് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കേരളത്തോടുകൂടി ഈ പുസ്തകത്തോട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ വിദ്യാർത്ഥിയോട് ആറ് പതിറ്റാണ്ടിലേറെയായി നാടക കലാ സാഹിത്യ മേഖലയിൽ സജീവമായ നാടകകൃത്തും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തനം